പൊതുജനാരോഗ്യ മേഖലയെ സംരക്ഷിക്കുക, വീട്ടമ്മയുടെ മരണത്തിന് ഉത്തരവാദിയായ ആരോഗ്യമന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് സർക്കാർ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി.എ. ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. കെ.പി.സി.സി സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായ ജനങ്ങൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് വൻ ചികിത്സാ ചെലവുകൾ സാധിക്കാൻ വയ്യാതെ പോകാൻ കഴിയാതെ ഇരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ഉമ്മൻചാണ്ടി സർക്കാർ ഇതുപോലെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും അതുപോലെ ജനറൽ ആശുപത്രിയിലേക്കും പ്രത്യേകം പരിഗണന കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യം അവർക്ക് ആവശ്യമായ രീതിയിൽ നൽകുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ പിണറായി വിജയൻ വന്നപ്പോഴാണ് ഈ കേരളത്തിലെ ആശുപത്രികൾക്ക് ഇത്രയ്ക്കധികം ദുർഗതി നേരിടേണ്ടി വന്നത്. ആശുപത്രികൾ ദുർഗതി നേരിടേണ്ടി വരുമ്പോൾ അവിടേക്ക് കടന്നു വരുന്ന സാധാരണക്കാരായ ആളുകൾക്കാണ് ബുദ്ധിമുട്ട് നേരിടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിനൊരു അസുഖം വന്നപ്പോൾ അസുഖം ആർക്കും വരാം, ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ സാധാരണക്കാരന് കിട്ടാത്ത ചികിത്സ, സാധാരണക്കാരന് സർക്കാർ ആശുപത്രിയിൽ കിട്ടാത്ത ചികിത്സ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ വെന്റിലേറ്ററിൽ അപകടാവസ്ഥയിൽ തുടരുമ്പോൾ ഈ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് തന്റെ ചികിത്സ ഉറപ്പുവരുത്തിക്കൊണ്ട് കടന്നു കളഞ്ഞ കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, കേരളത്തിൽ നിന്നാൽ ഇവിടെ കൃത്യമായ ചികിത്സ തന്റെ സർക്കാരിന് കീഴിലുള്ള ആശുപത്രിയിൽ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയി. ഇതാണ് കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ജില്ലാ സെക്രട്ടറിമാരായ കെ ദിലീപ് കുമാർ, CM നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, കോൺഗ്രസ് നേതാക്കളായ CV വികാസ്, സന്തോഷ് മാസ്റ്റർ, PS സുൾഫിക്കർ, PM സിദ്ദീഖ്, K രാജീവ്, ചന്ദ്രൻ താന്യം, ഷൈൻ പള്ളിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ ആരോഗ്യമേഖല ദശാബ്ദങ്ങളായി കൈവരിച്ച നേട്ടങ്ങൾ കഴിഞ്ഞ 4.5 വർഷത്തെ വീണ ജോർജിന്റെ ഭരണത്തിൽ വെന്റിലേറ്ററിലായെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു.